ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി കുറേ ട്രെൻഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ് കേട്ടോ. കാരണം ഈ ഫിഷ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവിടെ. അങ്ങനെ ഇത് കിട്ടി കഴിഞ്ഞപ്പോൾ ഇത് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ നിറച്ചതാണ്. കോഴിക്കോട് സ്പെഷ്യൽ കൂന്തൽ നിറച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇതെങ്ങനെ തയ്യാറാക്കിയത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ആദ്യം നമ്മൾ ഫിഷ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തലയും വാലും ഒക്കെ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ സ്കിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറുള്ളി വേണം. ചെറുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും നന്നായിട്ട് ചതച്ചെടുത്തിട്ട് എല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളിയും പിന്നെ ക്യാപ്സിക്കം കൂട്ടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫിഷ് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു വാല് ഭാഗമൊക്കെ കിട്ടും, അതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക. ഇനി നമ്മൾ മസാലപ്പൊടികൾസൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എല്ലാം കൂട്ടി നന്നായിട്ട് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ. നല്ലോണം പച്ചമണം മാറുന്ന വരെ ഒന്ന് വാട്ടി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങയാണ്. തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് വാട്ടി കൊടുക്കാം. ഈ തേങ്ങയുടെ കളറൊന്ന് മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കൂന്തലെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറേശ്ശായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. കുറേശ്ശായിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ വേവിക്കണ സമയത്ത് പൊട്ടിപ്പോരാൻ സാധ്യതയുണ്ട്. കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്താൽ മതി. നിറക്കാനും പാടില്ല, നല്ലോണം കൊണ്ട് ഫുള്ള് ഫില്ല് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ കുറേശ്ശായിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട, കുറച്ചായിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗം നമുക്ക് സ്പേസ് ഇട്ട് കൊടുക്കണം. നമുക്ക് തല ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുത്തി വെക്കണം കേട്ടോ. നമുക്ക് ടൂത്ത്പിക്കോ അല്ലെങ്കിൽ ഈർക്കൽ വെച്ചിട്ട് കുത്തി വെക്കണം കേട്ടോ. അങ്ങനെ ഇതേപോലെ ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലഭാഗം എടുത്തിട്ട് ഇതേപോലെ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാതും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്കിതൊന്ന് ആവി കയറ്റി കൊടുക്കാം. നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കാണ് ഓരോന്നായിട്ട് ഇട്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിൽ തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പത്തിന് നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കാം. നമ്മൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടാൽ ഫ്രൈ ചെയ്യണം. നമ്മൾ കൂന്തൽ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റീം ചെയ്ത് കൂന്തൽ ഇതേപോലെ കണ്ടില്ലേ, ഇങ്ങനെ ചെറുതായി വരും, പിന്നെ ഇങ്ങനെ വീർത്തിട്ടും വരും. അങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാലയിൽ കോട്ട് ചെയ്തെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക, ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.